സ്വാഭാവികമായിട്ടും UDF-ന്റെ ഭാഗമായി മാറിയതിനു ശേഷമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ അടുത്തുനിന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. കാരണം ഞാൻ ഏറെ ആക്രമിച്ചിട്ടുള്ളത് ലീഗിനെയാണ്. മറുപക്ഷത്ത് നിൽക്കുന്ന സമയത്ത് എന്റെ നാവ് കൊണ്ട് ഞാൻ ഏറെ ആക്രമിച്ചിട്ടുള്ളത് ലീഗിനെയാണ്. പക്ഷെ ഇപ്പുറത്ത് വന്നപ്പോൾ ഞാൻ ഏറെ പഠിക്കാൻ ശ്രമിച്ചതും അതേ ലീഗിനെ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഞാൻ ഇന്ന് മഹാനായ CH-ന്റെ ഒരു ലേഖനം വായിക്കുക. ഞാൻ അത്ഭുതപ്പെട്ടു. 955 എഴുതിയ ലേഖനം. ആ ലേഖനം വാസ്തവത്തിൽ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനുള്ള ഒരു തുറന്ന കത്താണ്. ആ കത്ത് ഐക്യ കേരളത്തെ സംബന്ധിച്ച മുസ്ലിം ലീഗിന്റെ കാഴ്ചപ്പാട് പറയുന്ന കത്താണ്. ഞാൻ അത്ഭുതപ്പെട്ടുപോയി. കേരളത്തിലെ മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവോ രാഷ്ട്രീയ പ്രസ്ഥാനമോ ആ കാലത്ത് ഐക്യ കേരളത്തെ സംബന്ധിച്ച് ഇത്തരം ഒരു വിശാലമായ വീക്ഷണം വെച്ചു പുലർത്തിയതായി എനിക്കറിയില്ല. അദ്ദേഹം പറയുന്നു, ചില ആളുകൾ വടക്കൻ കേരളമെന്നും അതല്ലെങ്കിൽ തെക്കൻ കേരളമെന്നും ഒക്കെ രണ്ടായിട്ട് സ്വപ്നം കാണുന്നു. പക്ഷെ മുസ്ലിം ലീഗ് അതിന്റെ നിലപാട് കൃത്യമായി സംസ്ഥാന രൂപീകരണവുമായി ബന്ധപ്പെട്ട സമിതിയിൽ പറഞ്ഞിട്ടുണ്ട്. ആ നിലപാടെന്ന് പറയുന്നത് മലയാളം സംസാരിക്കുന്ന മുഴുവൻ പ്രദേശങ്ങളും ഈ ഐക്യ കേരളത്തിന്റെ ഭാഗമായി മാറണം എന്നുള്ളതാണ്. അത് മാത്രമല്ല അദ്ദേഹം പറയുന്നത്, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിക്ക് ഒരു മെമ്പർ പോലും എടുക്കാനുണ്ടാവില്ല എന്ന് ഞാൻ കരുതുന്നൊരു സ്ഥലമാണ്. അതല്ലെങ്കിൽ നാളെ മുസ്ലിം ലീഗിന് ജയിക്കാൻ ഒരു സാധ്യതയുമില്ലാത്തൊരു സ്ഥലമാണ് തിരുവനന്തപുരത്തിന്റെയും അപ്പുറത്ത് ഇപ്പോൾ തമിഴ്നാടിന്റെ ഭാഗമായിട്ടുള്ള നാഗർകോവിൽ, കന്യാകുമാരി ഭാഗത്തുള്ള 3-4 താലൂക്കുകളുണ്ട്. മുസ്ലിം ലീഗിന് ഒരു രാഷ്ട്രീയമായിട്ട് ഒരു സാധ്യതയില്ലാത്തൊരു ഭൂപ്രദേശം, അത് കേരളത്തിന്റെ ഭാഗമായി മാറേണ്ടതാണെന്ന് നെഹ്റുവിന് കത്തയച്ച, നെഹ്റുവിന് ലേഖനം എഴുതിയ ആളാണ് CH. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഗൂഡല്ലൂർ പോലൊരു സ്ഥലം, ഗൂഡല്ലൂർ കേരളത്തിന്റെ ഭാഗമായി മാറണം എന്നുള്ളതായിരുന്നു മുസ്ലിം ലീഗിന്റെ നിലപാട്. നാഗർകോവിൽ, കന്യാകുമാരി കേരളത്തിന്റെ ഭാഗമായി മാറണം എന്നുള്ളതായിരുന്നു മുസ്ലിം ലീഗിന്റെ നിലപാട്. അതുപോലെ തന്നെ കാസർഗോഡ് കേരളത്തിന്റെ ഭാഗമാണ് എന്നുള്ളതായിരുന്നു മുസ്ലിം ലീഗിന്റെ നിലപാട്. ആ നിലപാട് അക്കാലത്ത് പറയാൻ CH കാണിച്ച ധൈര്യം, CH കാണിച്ചിട്ടുള്ള ആർജവം, അതും നെഹ്റുവിന് കത്തെഴുതി അത് പറയാൻ കാണിച്ചിട്ടുള്ള ഒരു ആർജവം, അത് തീർച്ചയായിട്ടും മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം, നേരത്തെ CH തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ മതപരമായ കാര്യങ്ങൾക്ക്, സാമുദായികമായ കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പ്രവർത്തനശേഷിയുടെ ശതാംശം മാത്രമാണ് ഉപയോഗിക്കുന്നത്, ബാക്കി മുഴുവൻ പൊതുസമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെന്ന് CH തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി കേരളത്തിന്റെ, രാജ്യത്തിന്റെ വിശാലമായ താല്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു പ്രസ്ഥാനമാണെന്ന് പറയുന്നതിൽ എനിക്ക് ഒട്ടും സങ്കോചമില്ല. എനിക്ക് വലിയ അഭിമാനമുണ്ട് ഈ വേദിയിൽ നിൽക്കുന്നതിൽ. ഈ പരിപാടിയിൽ എന്നെ വിളിച്ചതിനുള്ള അഗൈതവമായിട്ടുള്ള നന്ദി മുനവർ അലി തങ്ങളോട് രേഖപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.